ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ജാനുവരി 22 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അപ്പം ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാനുള്ളത് ഒരു എക്സസൈസിനെ പറ്റിയിട്ടാണ്. നമ്മൾക്കിങ്ങനെ SSCയിൽ കുറേ എക്സസൈസുകൾ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് ആരൊക്കെയാണ്, ഏതൊക്കെ കൺട്രീസാണ് ഇൻവോൾവ് ആവുന്നത്, അത് തന്നെ പലതരം ഉണ്ടാവും. കോസ്റ്റ് ഗാർഡിൻ്റെ ഉണ്ടാവും, മിലിറ്ററിയുടെ ഉണ്ടാവും, നേവിയുടെ ഉണ്ടാവും. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ്. അതിൻ്റെ പേരാണ് ദോസ്തി 70 എന്ന് പറയുന്നത്. ഇതൊരു ട്രൈലാറ്ററൽ ആണ്. ട്രൈലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൺട്രീസ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു എക്സസൈസ് നടത്തുന്നത്. അപ്പോൾ ഒരു 3 കൺട്രിയുടെ കോപ്പറേഷൻ ആണ്. അപ്പം ഏതൊക്കെ കൺട്രീസ് ആണ് ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുണ്ട്, മാൽദീവ്സ്, പിന്നെ ശ്രീലങ്ക. അപ്പം ഇന്ത്യയും മാൽദീവ്സും ശ്രീലങ്കയും കൂടി ചേർന്നിട്ട് ലോഞ്ച് ചെയ്തൊരു എക്സസൈസ് ആണ് ദോസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? കോസ്റ്റ് ഗാർഡിൻ്റെ എക്സസൈസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് 1991 ആ സമയത്ത് ഇന്ത്യ മാൽദീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ശ്രീലങ്ക ഉണ്ടായിരുന്നില്ല. പിന്നെ ശ്രീലങ്ക ജോയിൻ ചെയ്യുന്നത് 2012 അപ്പം തുടങ്ങുന്ന സമയത്ത് അത് ആകെ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യ മാൽദീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2012 ശ്രീലങ്ക ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇതുപോലെ കണ്ടക്ട് ചെയ്തപ്പം ഈ വട്ടം ഹോസ്റ്റ് ചെയ്ത കൺട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൽദീവ്സ് ആണ് ഈ വട്ടം ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദോസ്തി 70 എന്ന് പറയുന്നത് ഒരു എന്താണ് കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ്. ഏതൊക്കെ കൺട്രീസ് തമ്മിലുള്ള? ഇന്ത്യയും മാൽദീവ്സും ശ്രീലങ്കയും തമ്മിലുള്ളതാണ്. ഈ വർഷം അത് ഹോസ്റ്റ് ചെയ്തത്, അത് നടന്നത് ജാനുവരി 19, 2026 ഈ വർഷം അത് ഹോസ്റ്റ് ചെയ്ത കൺട്രി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ മാൽദീവ്സ് ആണ് ഈ വട്ടം ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ 2 വർഷം കൂടുമ്പോഴാണ് ഇത് നടത്തുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് എല്ലാ 2 വർഷം കൂടുമ്പോഴാണ്. ഇത് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്ത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ 1991 ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ആ സമയത്ത് 2 കൺട്രീസ് ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യ മാൽദീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2012 ആര് വരുന്നത്? ശ്രീലങ്ക വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ന്യൂസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സസൈസുകളൊക്കെ മിക്കപ്പോഴും SSCക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു എക്സസൈസ് ആണിത്, ദോസ്തി 70 എന്ന് പറയുന്നത്. ഏതൊക്കെ കൺട്രീസ് ആയിരുന്നു? ഇന്ത്യ മാൽദീവ്സും അതുപോലെ തന്നെ ശ്രീലങ്കയും തമ്മിലുള്ളതാണ്. ഈ വട്ടം ഹോസ്റ്റ് ചെയ്തത് ആരാണ്? മാൽദീവ്സ് ആണ് ഈ വട്ടം ഹോസ്റ്റ് ചെയ്തത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് സെൻറ്റർ അപ്രൂവ്സ് കണ്ടിന്യൂഷൻ ഓഫ് അടൽ പെൻഷൻ യോജന ടിൽ 2030-31. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിയൻ ക്യാബിനറ്റ് ആണെങ്കിൽ അത് പ്രൈം മിനിസ്റ്റർ ചെയർ ചെയ്ത ഒരു യൂണിയൻ ക്യാബിനറ്റ് അവർ തീരുമാനിക്കുകയാണ് നമ്മൾ അടൽ പെൻഷൻ യോജന അതെന്ത് ചെയ്യാം, നമുക്ക് 2030-31 വരെ ആ ഫിനാൻഷ്യൽ ഇയർ വരെ അത് കണ്ടിന്യൂ ചെയ്യാം. ആ ഒരു പെൻഷൻ യോജന കണ്ടിന്യൂ ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. അതൊരു സ്കീമാണ്. ഈ അടൽ പെൻഷൻ യോജന എന്ന് പറഞ്ഞൊരു സ്കീമാണ്. ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2015 മെയ് 9. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുക വെച്ചാൽ 60 വയസ്സും അതിന് മുകളിൽ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, 1000 അല്ലെങ്കിൽ 1000 to 5000 ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, അവർക്കൊക്കെ പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്കീം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പം നീട്ടുകയാണ്. അത് കുറച്ചും കൂടി നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. 2030-31 വരെ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് ഇപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിനെ പറ്റി ഇപ്പം ന്യൂസിൽ വന്നുകൊണ്ട് ചിലപ്പോൾ ആ സ്കീം ചോദിക്കാം, എന്നാണത് സ്റ്റാർട്ട് ചെയ്തത്, എന്നാൽ ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കാം. അത് ലോഞ്ച് ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ മെയ് 9, 2015 ലോഞ്ച് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എത്ര രൂപയാണ് പെൻഷനായിട്ട് കൊടുക്കുന്നത്? അത് 1000-നും 5000-നും ഇടയിൽ, ഒന്നെങ്കിൽ 1000 അല്ലെങ്കിൽ 1000 to 5000 ഇടയിലായിരിക്കും ആ ഒരു പെൻഷൻ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് എത്ര വയസ്സുള്ള ആളുകൾക്ക്? ഫ്രം ദി ഏജ് ഓഫ് 60, 60 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെൻഷൻ കൊടുക്കുന്നത്. അതാണ് അതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് യങ് അംബാസിഡേഴ്സ് ഓഫ് ചേഞ്ച് ഇനിഷ്യേറ്റീവ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ തൃച്ചിയിലെ ഒരു സ്കൂൾ, തമിഴ്നാട്ടിലെ തൃച്ചിയിലെ ഒരു സ്കൂള് അവർ തീരുമാനിക്കുകയാണ്, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ കാര്യം കൊണ്ടുവരാണ് വാല്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ഒരു മോറൽ വാല്യൂസും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് വെറുതെ ഇങ്ങനെ ചുമ്മാ എല്ലാ ദിവസവും സ്കൂളിൽ വന്ന് പഠിപ്പിക്കുന്നു പോകുന്നു, അങ്ങനെ ഒരു റോട്ടായിട്ടുള്ള ലേണിംഗ്, അതായത് ഇങ്ങനെ ചുമ്മാ പുസ്തകം മാത്രം പഠിപ്പിക്കുന്ന ലേണിങ്ങിന് പകരം എന്താണ് കുറേ പ്രാക്ടീസും ഡെയിലി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളെ കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിൾ ആയിട്ടും നല്ല വാല്യൂ ഉള്ള ആളുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട്
അവിടെ ഒരു സ്കൂൾ കൊണ്ടുവരുന്ന ഒരു 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 ഇനിഷ്യേറ്റീവാണ് ഈ പറയുന്ന വാല്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ സ്കൂൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആദി ദ്രവീഡർ പ്രൈമറി സ്കൂളാണ്. തമിഴ്നാട്ടിലാണ് ഈ ഒരു സ്കൂൾ ഉള്ളത്. അപ്പോൾ ഏത് സ്കൂളിലാണ് ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ആദി ദ്രവീഡർ പ്രൈമറി സ്കൂളിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതൊരു വാല്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് നമുക്ക് പറയാം. ഇതുവഴി കുട്ടികൾക്ക് കുറച്ചും കൂടി മോറൽ അല്ലെങ്കിൽ സിവിക് വാല്യൂസ് പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ലിങ്ക്ഡ് ആയിട്ടൊരു ലേണിംഗ് കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അടുത്ത ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകസഭ ഒരു പുതിയ സംഭവം കൊണ്ടുവരികയാണ്. അവർ അറ്റൻഡൻസ് സിസ്റ്റം മാറ്റാണ്, ഡിജിറ്റൽ അറ്റൻഡൻസ് സിസ്റ്റം കൊണ്ടുവന്നു. അപ്പം ഇതിനു മുൻപ് വരെ അവിടെ ലോക്സഭയിൽ നമ്മൾ സാധാരണയുള്ള ഒരു രജിസ്റ്റർ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇനിയും തൊട്ട്, അതായത് എന്ന് തൊട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വരുന്ന 2026 ബഡ്ജറ്റ് സെഷൻ വരുന്നുണ്ടല്ലോ, അപ്പം അന്ന് മുതൽ ആ സമയം മുതൽ ഇതൊരു ഡിജിറ്റൽ അറ്റൻഡൻസ് കൊണ്ടുവരാമെന്ന് ലോകസഭ തീരുമാനിച്ചു. അപ്പം ലോകസഭ സ്പീക്കറാണ് ഇത് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തിനു വേണ്ടി കൊണ്ടുവന്നേ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഇത് കൊണ്ടുവരുന്നത് വെച്ചാൽ ഒരു ഫിസിക്കലായിട്ട് ആ ആൾ അവിടെ ഉണ്ടോ എന്നുള്ളത് കംപ്ലീറ്റ്ലി ഉറപ്പ് വരുത്തുക, അതുപോലെ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള രീതിക്കാണ് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെന്റിലെ മെമ്പേഴ്സ് എല്ലാവരും അവരുടെ അറ്റൻഡൻസ് അവർക്ക് പറഞ്ഞിരിക്കുന്ന സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഇവർ അറ്റൻഡൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ആൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ അറ്റൻഡൻസ് സിസ്റ്റം എന്ന് മുതലാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റ് സെഷൻ 2026 മുതൽ, ആ ഒരു സെഷൻ മുതലായിരിക്കും ഈ ഒരു ഡിജിറ്റൽ അറ്റൻഡൻസ് സിസ്റ്റം അവർ കൊണ്ടുവരുന്നത്. ഈ സിസ്റ്റം കൊണ്ടുവരുന്നതിനെ പറ്റി അനൗൺസ് ചെയ്തത് സ്പീക്കറാണ്, ലോക്സഭ സ്പീക്കറായിട്ടുള്ള OM ബിർളയാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ എയിം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വൽ പ്രസൻസ് ഓഫ് എം പിമാരുടെ എല്ലാം ആക്ച്വൽ പ്രസൻസ്, അവരവിടെ ശരിക്കും വന്നിട്ടുണ്ടോ, ആ സിറ്റിങ്സിൽ അവർ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ ട്രാൻസ്പെറൻസിയും ഡിസിപ്ലിനും പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടി, അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റൻഡൻസ്, ഒരു ഡെയിലി അലവൻസ് നമുക്ക് കൊടുക്കുക എന്നുള്ളതും കൂടി അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ലോകസഭയിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സിസ്റ്റമാണ് ഡിജിറ്റൽ അറ്റൻഡൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് ഗവർണൻസ് ഇന്റേൺഷിപ്പ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് സ്കീം. ഇതൊരു സ്കീമാണ്. ഈ ഒരു സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ നാഷണൽ ഇൻ്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ അവർ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യണം, അവരാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ ഈ ഒരു ഇൻ്റർനെറ്റ് ഗവർണൻസ് ഇന്റേൺഷിപ്പിൻ്റെ അല്ലെങ്കിൽ കപ്പാസിറ്റി ബിൽഡിംഗ് സ്കീമിൻ്റെ ഒരു വർഷം അവർ കംപ്ലീറ്റ്ലി അത് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയി, അതൊരു വർഷം കംപ്ലീറ്റഡ് ആയി. ഇത് ലോഞ്ച് ചെയ്തത് 2025. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇന്റേൺഷിപ്പാണ്. ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെ ഇന്ത്യയിലെ യൂത്ത് ആയിട്ടുള്ള ആളുകളെ അവർക്ക് എന്താണ് ഇന്റർനെറ്റ് ഗവർണൻസ്, അതുപോലെ തന്നെ നാഷണൽ ഗ്ലോബൽ ഇന്റർനെറ്റ് പോളിസികൾ, സ്റ്റാൻഡേർഡുകൾ, ഫോറം, ഇതിനകത്തെല്ലാം കറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇന്ത്യയുടെ യൂത്തിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നത് നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആണ്. അവരാണ് ഈ ഒരു ഇന്റർനെറ്റ് ഗവർണൻസ് ഇന്റേൺഷിപ്പ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് സ്കീം ആണെങ്കിൽ അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സ്കീം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള യൂത്ത് ആയിട്ടുള്ള ആളുകളെ ഒരു ഇന്റർനെറ്റ് ഗവർണൻസ് എന്താണെന്ന് പഠിപ്പിക്കുക, അതുപോലെ തന്നെ നാഷണൽ ഗ്ലോബൽ പോളിസികളെ പറ്റിയിട്ട് മനസ്സിലാക്കി കൊടുക്കുക, അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്കീമിൽ കൂടെ ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തത് 2025 ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം ഈ ഒരു ജാനുവരി ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മെയിനായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, നടപ്പാക്കുന്ന ഒരു നോഡൽ ബോഡി, മെയിൻ ബോഡി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നാഷണൽ ഇൻ്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആണ് അതിന് നോഡൽ ബോഡി, മെയിൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന, നടപ്പിലാക്കുന്ന ഒരു ബോഡി. പിന്നെ ഇതിനകത്ത് വരുന്ന മിനിസ്ട്രി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് ഇതിനകത്ത് വരുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളത്. ഇനി അടുത്തത് GSI to host 65th CGP
PB മീറ്റിംഗ് ഓൺ ജിയോ സയൻസ് പ്രയോറിറ്റീസ്. GSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് മൈൻസിൻ്റെ അണ്ടറിൽ അവരൊരു ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാണ്. അതാണ് സെൻട്രൽ ജോഗ്രഫിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡ്. അതിൻ്റെ 65th പ്രോഗ്രാമാണ് അവർ, ആ ഒരു ഇവൻ്റാണ് അവർ ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ മീറ്റിംഗ് അല്ലെങ്കിൽ അതൊരു മീറ്റിംഗ് ആണ്. ആ ഒരു മീറ്റിംഗ് എന്നാണ് നടക്കുന്നത്? January 21 ആണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. ഇപ്പോൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പോൾ അത് 65th മീറ്റിംഗ് ആണ്. 65th സെൻട്രൽ ജോഗ്രഫിക്കൽ പ്രോഗ്രാം ബോർഡിൻ്റെ മീറ്റിംഗ് ആണ്. അത് ഓൾറെഡി January 21 കഴിഞ്ഞു. ഇത് നടത്തുന്നത് ആരാണ്? ജോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് നടത്തുന്നത്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് മൈൻസിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഈ ഒരു ഇത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഇതാണെങ്കിൽ ഇതൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് പറഞ്ഞത്. ഇവിടെ GSIക്ക് ആണെങ്കിൽ അവരുടെ ആനുവൽ ഫീൽഡ് സീസൺ പ്രോഗ്രാം ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അവർക്കത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. FSP അതായത് ആനുവൽ ഫീൽഡ് സീസൺ പ്രോഗ്രാം എന്ന് പറയുന്ന സംഭവം അവർക്ക് എന്ത് ചെയ്യാം? അത് പ്രസൻറ്റ് ചെയ്ത് അതിന് ഡിസ്കഷൻ ചെയ്യാം. അതുപോലെ തന്നെ പല സർവേകളും ആക്ടിവിറ്റീസ്, നമ്മുടെ കൺട്രിയിൽ നടന്ന പല സർവേകളും അവർ നടത്തിയ പല ആക്ടിവിറ്റീസും ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മീറ്റിങ്ങിലൂടെ അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്തു, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തതെന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ആനുവൽ മീറ്റിംഗ്. അതിനെയാണ് ഈ പറയുന്ന എന്ത് വിളിക്കുക നമ്മൾ CGPB എന്ന് പറയുന്നത്, അതായത് സെൻട്രൽ ജോഗ്രഫിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്ന ഹൈദരാബാദ് എന്തെയാണ്? ഒരു സൂഫി ബസന്ത് ട്രഡീഷൻ ഹോസ്റ്റ് ചെയ്യാണ്. ഈ സൂഫി ബസന്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അത് ഓർഗനൈസ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ തെലങ്കാന ആർട്സ് ആൻഡ് കൾച്ചറൽ കൗൺസിലാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഇത് ഹൈദരാബാദിൽ വെച്ച് January 23 നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മ്യൂസിക്കൽ ഈവനിങ് ആയിരിക്കും. വിൽ പ്രസന്റ് മെഹഫിൽ ഇ നിസാമി. അതൊരു ഖ്വാലി റിസൈറ്റൽ ഫീച്ചറിങ് ആണ്. അതായത് ഈ അമർ ഖുസ്രുവിൻ്റെ ഒക്കെ കോമ്പോസിഷൻസ് ഒക്കെ അവരവിടെ ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് അത് നടത്തും. അതൊരു ഒരു ഫെസ്റ്റിവൽ പോലെയാണ്. സൂഫി ബസന്ത് ഫെസ്റ്റിവൽ, അത് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫെസ്റ്റിവൽ നടത്തുകയാണ്. അതിന് ഏകദേശം 750 വർഷത്തോളം ഒരു പഴക്കമുള്ള, അത്രയും ഓൾഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷനാണ്. ആ ഒരു ട്രഡീഷനാണ് ഹൈദരാബാദ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ന്യൂസ് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്നും കൂടി. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തിനെ പറ്റിയിട്ടായിരുന്നു? നമ്മൾ ഒരു 3 കൺട്രീസുകൾ തമ്മിൽ ചേർന്നിട്ടുള്ള ഒരു എക്സസൈസിനെ പറ്റിയാണ് പറഞ്ഞത്. അതാണ് ദോസ്തി 17. അത് ഏതൊക്കെ കൺട്രീസ് ആയിരുന്നു? ഇന്ത്യയും മാൽദീവ്സും അതുപോലെ ശ്രീലങ്കയും തമ്മിലുള്ളതാണ്. അത് ഈ വട്ടം ഹോസ്റ്റ് ചെയ്ത് ഏത് കൺട്രിയാണെന്ന് ചോദിച്ചാൽ മാൽദീവ്സ് ആണ് ഈ വട്ടം ഹോസ്റ്റ് ചെയ്തത്. തുടക്കത്തിൽ ആകെ 2 കൺട്രീസ് ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യ മാൽദീവ്സും. പിന്നീട് 2012 ശ്രീലങ്ക വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടൽ പെൻഷൻ യോജന 2030-31 ഫിനാൻഷ്യൽ ഇയറിലേക്ക് അതിൻ്റെ അത്രയും കാലം കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് ആര് തീരുമാനിച്ചു? നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പെൻഷൻ സ്കീമാണ്. 1000 to 5000 റേഞ്ചിലുള്ള ഒരു പൈസ 60 വയസ്സിന് മേളിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ സ്കീം. അതിപ്പോൾ നമ്മൾ 2030 to 31 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിലൊരു സ്കൂളിൽ ഒരു പുതിയ ഒരു സ്കീം, ഒരു പുതിയ പ്രോഗ്രാം ഒരു വാല്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നു. ആ സ്കൂളിൻ്റെ പേരാണ് ഗവൺമെൻറ് ആദി ദ്രവീഡർ പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ലോകസഭ ഒരു ഡിജിറ്റൽ അറ്റൻഡൻസ് സിസ്റ്റം കൊണ്ടുവരികയാണ്. ഈ ഒരു അറ്റൻഡൻസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആക്ച്വലി MP അവിടെ ഉണ്ടോ, ആൾ പ്രസൻ്റ് ആണോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇപ്പം ഡിസിപ്ലിൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എന്ന് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ബഡ്ജറ്റ് സെഷൻ 2026 ബഡ്ജറ്റ് സെഷൻ മുതൽ അങ്ങോട്ട് ഇനി ഈ ഒരു ഡിജിറ്റൽ അറ്റൻഡൻസ് സിസ്റ്റം ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്റർനെറ്റ് ഗവേണൻസ് ഇന്റേൺഷിപ്പിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ഇന്റേൺഷിപ്പ് ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലെ യൂത്തുകളെ ഇന്റർനെറ്റ് ഗവേണൻസ് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ട്രെയിൻ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിക്കാണ്. അതിപ്പോൾ ഏകദേശം 1 year കംപ്ലീറ്റ് ചെയ്തു. അത് ലോഞ്ച് ചെയ്തത് 2025 അതിന് 2 ഓർഗനൈസേഷൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് മെയിനായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബോഡി, അതേതാണ്? നാഷണൽ ഇൻ്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയും. പിന്നെ അതിൻ്റെ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ജോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഒരു CGPB മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഈ മീറ്റിംഗ് അവർ ആനുവൽ മീറ്റിംഗ് ആയിട്ട് നടത്തുന്നതാണ്. അവർ നടത്തിയ പ്രോഗ്രാംസ് എല്ലാം എന്തൊക്കെയാണ്, ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ഒരു മീറ്റിംഗ്.
പിന്നെ ഹൈദരാബാദ് 750ഓളം വർഷം പഴക്കമുള്ള ഒരു സൂഫി ബസൻ ട്രഡീഷൻ അവർ ഹോസ്റ്റ് ചെയ്യാണ്. അതെന്നാണ് January 23 ആണത് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഇനി ഗ്ലോബൽ ടോപ്പ് 100 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മുടെ IISc ബാംഗ്ലൂർ ഇത് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ടോപ്പ് റാങ്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈ പറയുന്ന വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന IISc ബാംഗ്ലൂർ മാത്രമാണ് ഒൺലി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയിലുള്ള ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്ക് കണ്ട 100 റേഞ്ചിൽ, ആ 100 റാങ്ക്സിനകത്ത് ഉള്ളിൽ വന്നിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IISc ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കുകയാണെങ്കിൽ ഇപ്പം നോക്കിയാൽ ആദ്യത്തെ റാങ്കിൽ വന്നിരിക്കുന്ന ഹാർവേഡ് യൂണിവേഴ്സിറ്റിയാണ്, അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ആണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് വന്നിട്ടുണ്ട് രണ്ടാമത്തെ റാങ്കിൽ. അങ്ങനെ കുറേ നമുക്ക് യൂണിവേഴ്സിറ്റീസ് കാണാം. അതിൽ നമ്മുടെ വന്നിരിക്കുന്നത് 100-ന് ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100-ൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇന്ത്യയുടെ ഈ പറഞ്ഞ IISc ബാംഗ്ലൂർ വന്നിരിക്കുന്നത്. അതും കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റ് കാറ്റഗറിക്കാണ് ആ ഒരു റാങ്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ഞാൻ പറയുന്നത് കുംഭൽഘർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ നമ്മളൊരു എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. ഇത് ശരിക്കും രാജസ്ഥാനിലെ രാജ്സാമാന്ത് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത്. അപ്പോൾ ഈ പറയുന്ന സാങ്ച്വറി എന്ന് പറയുന്നത് ആരവല്ലി റേഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്, അതിന് എക്രോസ് ആയിട്ടാണ് ഈ ഒരു എക്കോസിസ്റ്റം, ഈ പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. അപ്പോൾ ആ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയും അതിനോട് ചേർന്ന് കുറച്ച് ഭാഗങ്ങളോട് ഇവരെന്താക്കിയിട്ടുണ്ട്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അതിനെയാണെങ്കിൽ ഒരു എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് വൈൽഡ് ലൈഫ് സാങ്ച്വറിനെയാണ് എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുംഭൽഘർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. അത് എവിടുത്തെ ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാനിലാണ് അതുള്ളത്. അപ്പോൾ അത് ഏകദേശം 610 സ്ക്വയർ കിലോമീറ്റർ അത്രയും സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. അപ്പോൾ അതിനെയാണ്, ആ ഒരു ഏരിയനെയാണ് അവർ എന്തായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇനി അടുത്ത് നമുക്കുള്ളത് G4 ജിയോ മാഗ്നറ്റിക് സ്റ്റോം. ഈ G4 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീവിയർ ആയിട്ടുള്ളൊരു ജിയോ മാഗ്നറ്റിക് സ്റ്റോം അത് വരുന്നുണ്ട്. അതൊരു സോളാർ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് അത്രയും വലിയൊരു സ്റ്റോം വരുന്നുണ്ട് എന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജിയോ മാഗ്നറ്റിക് സ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോമുകൾ എന്ന് പറഞ്ഞാൽ സോളാർ വിൻഡിൻ്റെ ഒരു വേരിയേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതാണെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട്, പല കറൻസ്, പ്ലാസ്മാസ്, അതുപോലെ തന്നെ എർത്ത് മാഗ്നറ്റോസ്ഫിയറൊക്കെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ സ്റ്റോമാണ് ഈ പറയുന്ന ജിയോ മാഗ്നറ്റിക് സ്റ്റോം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ജപ്പാൻ ആണെങ്കിൽ ഒരു വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ന്യൂക്ലിയർ പ്ലാന്റ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, അത് കുറച്ച് നാൾ അതിനെന്തോ ഒരു അവിടെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുക, അത് കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ വീണ്ടും അവർ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് ന്യൂക്ലിയർ പ്ലാന്റ് ആണ്. അത് അവർ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമാണ്. അവിടെ ഫുക്കുഷിമ എന്ന് പറയുന്ന ഒരു ഡിസാസ്റ്റർ അവിടെ ആ ഒരു ഡിസാസ്റ്ററിന് ശേഷം അവരിപ്പം 15 വർഷങ്ങൾക്ക് ശേഷമാണ് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് റീസ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ റിയാക്ടർ നമ്പർ 6 അറ്റ് കാശിവസാക്കി ഖരീവ പ്ലാന്റ്. ഇപ്പോൾ കാശിവസാക്കി ഖരീവ ന്യൂക്ലിയർ പ്ലാന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലോകത്തിൽ തന്നെ വേൾഡിലെ ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് ടോക്കിയോയ്ക്ക് അടുത്തുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിയാക്ടർ നമ്പർ 6 ആണ് അവരിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ നടന്ന 2011-ലാണ്. ഈ 2011 എർത്ത് ക്വിക്കിൻ്റെയും സുനാമിയുടെയും ഒക്കെ ഫലമായിട്ട് ഈ ന്യൂക്ലിയർ പ്ലാന്റിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ ഈ പറഞ്ഞ പോലെ ഈ റിയാക്ടേഴ്സ് മെൽറ്റ് ഡൗൺ ആയി പോയി എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ അലിഞ്ഞ് മെൽറ്റായി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നത് അവർ നിർത്തിവെച്ചു. പിന്നീട് ഇപ്പോഴാണ് അത് വീണ്ടും അവർ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ലോകത്ത് തന്നെ വേൾഡ്സ് ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ഇത് കാശിവസാക്കി ഖരീവ ന്യൂക്ലിയർ പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ സുനിത വില്യംസ് ഇപ്പം 27 വർഷത്തെ സർവീസിന് ശേഷം നാസയിൽ നിന്നും റിട്ടയർ ആവുകയാണ്. അപ്പം അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കുന്ന ഫസ്റ്റ് ലോഞ്ച്ഡ് എബൌട്ട് സ്പേസ് ഷട്ടിൽ ഡിസ്കവറി STS 116 നടന്നത് അത് ശരിക്കും അതിൻ്റെ ആ ഒരു ഡിസ്കവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2006-ലാണ്.
അത് നോക്കണം. പിന്നെ അതിനകത്ത് ആളുടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം സുനിത വില്യംസ് ഇപ്പം റിട്ടയർ ചെയ്തിരിക്കുകയാണ്. എത്ര വർഷത്തെ സർവീസിന് ശേഷമാണ്? 27 വർഷത്തിന് സർവീസിന് ശേഷം ആണ് നാസയിൽ നിന്നും ചെയ്തിരിക്കുന്നത്. പിന്നെ ആൾ പോയ കുറേ കാര്യങ്ങൾ, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ചൈനയിലെ സാറ്റലൈറ്റ് ആണ് ഫെൻഗ്വിൻ 3D എന്ന് പറയുന്ന മീറ്റോളജിക്കൽ സാറ്റലൈറ്റ്. ഈ സാറ്റലൈറ്റ് എന്ത് ഡിറ്റക്ട് ചെയ്തു? ഐസ്ബർഗ് A23 ഡിസ്കവർ ചെയ്തു. ഈ സംഭവം, ഈ ഒരു ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം മുതലേ അതിങ്ങനെ പതുക്കെ അതായത് 1986 മുതൽ അത് പതുക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരികയാണ്. ഇപ്പം കംപ്ലീറ്റ്ലി അത് എന്തായി മെൽറ്റ് ഡൗൺ ആയി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ മെൽറ്റ് ഡൗൺ ആവുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ ബ്രേക്കപ്പ് നടക്കുകയാണ് എന്നുള്ളത് ഇവരുടെ ചൈനയുടെ ഫെൻഗ്വിൻ 3D മീറ്ററോളജിക്കൽ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐസ്ബർഗ് ഏതാണെന്ന് ചോദിച്ചാൽ ജയന്റ് ഐസ്ബർഗ് A23A. അതാണ് വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ഐസ്ബർഗ്. അപ്പോൾ ആ ഐസ്ബർഗ് നമ്മൾ ആ ഒരു ഏരിയ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ഐസ്ബർഗ് അത് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്നാ മെൽറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1986 മുതൽ മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ഫൈനൽ ബ്രേക്ക് ഡൗൺ നടക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ CRPFൻ്റെ DIG ആയിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു? രവിശങ്കറിനെ അപ്പോയിൻറ്റ് ചെയ്തു. രവിശങ്കർ ഛാബീനെ നമ്മൾ CRPFൻ്റെ DIG ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ റെയ്മണ്ട് ലൈഫ് സ്റ്റൈല് അവരുടെ CEO ആയിട്ട് സത്യാക്കി ഘോഷിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പോയിൻമെൻറ്റ്സ് പഠിച്ചു വെക്കാം. പിന്നെ വേറൊരു ബുക്ക്, നമ്മൾ ഇന്നലെ ഒരു ബുക്കിനെ പറ്റി പറഞ്ഞു, അതുപോലെ ഇന്ന് നമ്മൾ പറയുന്ന ഒരു ബുക്കാണ് വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ രാമജന്മഭൂമി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി പറയുന്ന ഒരു ബുക്ക് റിലീസ് ചെയ്തു. ആ ബുക്കിൻ്റെ പേര് ഇങ്ങനെയാണ്, ചലൈസ് ഓഫ് അംബ്രോസിയ രാമജന്മഭൂമി ചലഞ്ച് ആൻഡ് റെസ്പോൺസ്. ഈ ബുക്ക് എഴുതിയത് സുരേന്ദ്ര കുമാർ പച്ചൗരിയാണ് ഇത് എഴുതിയത്. അപ്പോൾ ഈ ഒരു ബുക്ക് ആര് റിലീസ് ചെയ്തു? നമ്മുടെ ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള CP രാധാകൃഷ്ണൻ റിലീസ് ചെയ്തു. ഈ ഒരു ബുക്കിനകത്ത് നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഒരു രാമജന്മഭൂമിയിൽ നടന്ന സ്ട്രഗിൾസും അതുപോലെ അന്നത്തെ കുറേ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റും ഒക്കെയാണ് ഈ ബുക്കിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞ അമീലിയ വാൽവർദേനെ നമ്മുടെ ഇന്ത്യയുടെ സീനിയർ വുമൻസ് ഫുട്ബോൾ ടീം കോച്ചായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് അനൗൺസ് ചെയ്തത്. അമീലിയനെ നമ്മുടെ ഇന്ത്യൻ സീനിയർ വുമൻ ടീമിൻ്റെ കോച്ചായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. പിന്നെ നാഷണൽ പാരാലിമ്പിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇനാഗ്രേറ്റ് ചെയ്തു. ഇത് ഉത്തരാഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പുഷ്കർ സിംഗ് ധാമിയാണ് ഈ ഒരു നാഷണൽ പാരാലിമ്പിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഉത്തരാഖണ്ഡിൽ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ജാനുവരി 2026 അവർ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് വിർച്വലി ഇനാഗ്രേറ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുക്കിയിലുള്ള COER യൂണിവേഴ്സിറ്റിയാണത് വിർച്വലായിട്ട് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ചീഫ് മിനിസ്റ്ററാണ് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അല്ലാണ്ട് വിർച്വലി ഇനാഗ്രേറ്റ് ചെയ്ത് ആരും ചോദിക്കുകയാണെങ്കിൽ റുക്കിയിലുള്ള COER യൂണിവേഴ്സിറ്റിയാണത് വിർച്വലി ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ അപ്പോയിൻമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. അമീലിയ വാൽവർദേനെ നമ്മൾ ഇന്ത്യൻ വുമൻസ് ഫുട്ബോൾ ടീം കോച്ചായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് വൈസ് പ്രസിഡന്റ് ഒരു പുതിയ ബുക്ക് റിലീസ് ചെയ്തു. അത് രാമജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബുക്ക്, ചലൈസ് ഓഫ് അംബ്രോസിയ രാമജന്മഭൂമി എന്ന് പറയുന്ന ബുക്ക് ആൾ റിലീസ് ചെയ്തു. പിന്നെ റെയ്മണ്ട് ലൈഫ് സ്റ്റൈല് സത്യാക്കി ഘോഷിനെ അവർ CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. പിന്നെ രവിശങ്കർ ഛാബീനെ DIG CRPFൻ്റെ DIG ആയിട്ട് രവിശങ്കർ ഛാബീനെ അപ്പോയിൻറ്റ് ചെയ്തു. പിന്നെ ചൈനയുടെ ഒരു സാറ്റലൈറ്റ് ഫെൻഗ്വിൻ 3D എന്ന് പറഞ്ഞ മീറ്റോളജിക്കൽ സാറ്റലൈറ്റ് എന്തിനാണ് ഡിറ്റക്ട് ചെയ്തത്? ഐസ്ബർഗ് A23 അതിൻ്റെ ഐസ്ബർഗിൻ്റെ ആ ഒരു ഫൈനൽ ബ്രേക്ക് ഡൗണിനെ ആണ് അത് ഡിറ്റക്ട് ചെയ്തത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സുനിത വില്യംസ് നാസയിൽ നിന്നും റിട്ടയർ ആയി. ജപ്പാൻ ആണെങ്കിൽ വേൾഡ് ബിഗ്ഗസ്റ്റ് ന്യൂക്ലിയർ പ്ലാന്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. ബാക്കി നമ്മൾ നേരത്തെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏത് വൈൽഡ് ലൈഫ് സാങ്ച്വറിനെയാണ് നമ്മൾ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? കുംഭൽഹർ വൈൽഡ് ലൈഫ് സാങ്ച്വറിനെയാണ് നമ്മൾ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി ന്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും വായിച്ച് നോക്കുക.